ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ റിയാക്റ്റിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിലെന്താ ഉണ്ടായെന്ന് വെച്ചാൽ നമ്മൾ കമ്പോണൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് മെസ്സേജ് പാസ് ചെയ്ത മെസ്സേജ് അവിടെ ലിസ്റ്റായി. അത്രയാണ് ലാസ്റ്റ് ക്ലാസ്സിൽ കവർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാൻ എന്താണെന്ന് വെച്ചാൽ CSS ഇതിൽ കൊടുക്കുന്ന ഒരു രീതി ഉണ്ട്. നമ്മൾ നോർമൽ HTML കൊടുക്കുന്ന ആ സെയിം ഫോർമാറ്റ് അല്ല നമ്മുടെ ഈ റിയാക്റ്റിൽ കൊടുക്കുമ്പോൾ അതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിക്കാം. നമ്മൾ ഇപ്പോൾ സപ്പോസ് HTML ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് കൊടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഹൈഫൺ കളർ എന്നാണ് കൊടുക്കുക. പക്ഷേ നമ്മുടെ ഈ റിയാക്റ്റിൽ വരുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് കൊടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒരു ക്യാമൽ കേസാണ് നമ്മൾ യൂസ് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ടിൻ്റെ B ക്യാപിറ്റലും സിയും ക്യാപിറ്റൽ ആ രീതിയിലാണ് കൊടുക്കുക. നമുക്കതൊന്ന് നോക്കാം. അത് എവിടെ വെച്ചാൽ ഇൻലൈനിൽ കൊടുക്കുന്ന സമയത്ത് മാത്രമേ അങ്ങനത്തെ കേസ് ഉള്ളൂ. അല്ലാത്ത കേസിലൊക്കെ നോർമലാണ്. ബാക്ക്ഗ്രൗണ്ട് B ക്യാപിറ്റൽ ആണെന്നില്ല എന്നാണ് തോന്നുന്നത്. നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്യാം. അതിന് മുമ്പ് ഇതിൽ ഓൾറെഡി ഒരു CSS ഉണ്ട്. ആ CSS ആണ് ഇതിനെ ഈ ഒരു രീതിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതൊന്ന് ആദ്യം ചെക്ക് ചെയ്യാം. അത് നമ്മൾ ഓൾറെഡി ഉള്ള CSS ആയിട്ട് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഇവിടെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഓൾറെഡി ഉള്ള ആ ഒരു സെയിം ഫോർമാറ്റിൽ തന്നെയാണ്. അപ്പോൾ ഇതിൽ കണ്ടില്ല ബാക്ക്ഗ്രൗണ്ട് കളർ എന്നൊക്കെ പറഞ്ഞ് ഓൾറെഡി ഒരു കളർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഹെഡറിനകത്ത്. ഓക്കെ, നമുക്ക് തൽക്കാലം ഇവിടുന്ന് ഈ കളർ റിമൂവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മുടേതായ രീതിയിലൊരു കളർ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ചേഞ്ച് ചെയ്താലും മതി. പക്ഷെ ഞാൻ ഇതിലൊന്നും ചേഞ്ചസ് ഇല്ല. നമ്മൾ ഇൻലൈനായിട്ട് ചെയ്യുമ്പോഴാണ് ആ ചേഞ്ചസ് വരിക. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ഗ്രീൻ കൊടുത്തിട്ടുണ്ട്. കളർ ചേഞ്ച് ആവുന്നുണ്ടോ നോക്കാം. ഓക്കെ, ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ആയി. നമുക്കിനി ഇത് ഇവിടുന്ന് റിമൂവ് ചെയ്യാം. ഇത് നോർമൽ നമ്മൾ HTML പഠിച്ചിട്ടുള്ള അതേ സ്ട്രക്ചർ തന്നെയാണ്. നമുക്കിത് മാറ്റിയിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ഡയറക്റ്റ് കോഡിൽ കൊണ്ടുപോയിടാം. ആപ്പ് ഹെഡറിനാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ക്ലാസ്സിലല്ല കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആപ്പ് ഹെഡർ എന്ന് പറയുന്നത് ഈ ഒരു ക്ലാസ് ആണ്. നമുക്കിവിടെ സ്റ്റൈൽ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെ നോക്കാം. നമ്മൾ HTML ഒക്കെ ചെയ്ത പോലെ തന്നെ സ്റ്റൈൽ ആട്രിബ്യൂട്ട് ആണ് യൂസ് ചെയ്യുക. സ്റ്റൈൽ ഈക്വൽ ടു HTML നമ്മൾ ഒരു കോഡ്സിനകത്ത് ബാക്ക്ഗ്രൗണ്ട് ഹൈഫൺ കളർ ഇങ്ങനെയാണ് കൊടുത്തിരുന്നത്. ഇത് വർക്കാവുന്നുണ്ടോ നോക്കാം. ഓക്കെ, ആക്ച്വലി അതൊരു എററാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ റിയാക്റ്റിൽ ഈ ഒരു രീതിയിലല്ല നമുക്ക് കൊടുക്കേണ്ടത്. അതിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒരു കേർലി ബ്രേസ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. അതിനകത്ത് ഒബ്ജക്റ്റ് ആയിട്ടാണ് കൊടുക്കുക. ഒബ്ജക്റ്റ് ഓൾറെഡി നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഒബ്ജക്റ്റിൻ്റെ ഒരു കീ വാല്യൂ എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ സ്റ്റൈലിന് അപ്ലൈ ചെയ്യുക. അപ്പോൾ അതെങ്ങനെ നോക്കാം. ഇത് ആക്ച്വലി സ്റ്റൈലിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ആണ്. ഇതിനകത്തൊരു ഒബ്ജക്റ്റ് ഓപ്പൺ ചെയ്ത് അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് കളർ ഇത് കണ്ടില്ല, ഇത് ക്യാമൽ കേസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ഓരോ വേർഡ്സ് കഴിഞ്ഞാൽ ഫസ്റ്റ് വേർഡ് കഴിഞ്ഞാൽ പിന്നെ ക്യാപിറ്റലിൽ കാണിക്കണം ബാക്ക്ഗ്രൗണ്ട് കളർ. പിന്നെ ഇവിടെ കോഡ്സിനകത്ത് റെഡ് എന്ന് കൊടുക്കുക. കീ സ്പെസിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും കോഡ്സിന് ആവശ്യമില്ല. പക്ഷെ നമ്മളതിൻ്റെ വാല്യൂ കൊടുക്കുന്ന സമയത്ത് നമുക്കത് കോഡ്സിനകത്ത് എഴുതണം. ഇങ്ങനെ കൊടുക്കാം. പക്ഷെ നമ്മൾ ഈ റെഡ് എന്താണ് അൺഡിഫൈൻഡ് എന്നുള്ള കേസ് വരും. റെഡ് ഈസ് നോട്ട് ഡിഫൈൻഡ് എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റെഡ് ഡിഫൈൻ ചെയ്തിട്ടില്ല. ഒന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ വേരിയബിൾ ഇട്ടിട്ട് കൊടുക്കാവുന്നതാണ്. കോൺസ്റ്റ് റെഡ് ഈക്വൽ ടു റെഡ് എന്ന് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ ഇവിടെ കൊടുക്കാം. ഇപ്പം നമുക്ക് ജസ്റ്റ് അതൊന്നും വേണ്ട, ഡയറക്റ്റ് കൊടുക്കാം. ഓക്കെ, ഡയറക്റ്റ് റെഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ CSS ലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മൾ റിയാക്റ്റിൽ സ്റ്റൈൽ ഇൻലൈനായിട്ട് കൊടുക്കുക. ജസ്റ്റ് നോട്ട് ചെയ്യുക. അല്ലാണ്ട് ഡെപ്ത് ലെവലിൽ പോകേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ CSS ഒക്കെ കവർ ചെയ്തിട്ടുള്ളതാണ്.
കൊടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഹൈഫൺ കളർ ഉള്ളത് ബാക്ക്ഗ്രൗണ്ട് കളർ എന്നൊരു സിംഗിൾ വേർഡ് ആയിട്ട് നിൽക്കും. ആ ഹൈഫണൊക്കെ പകരം ഹൈഫണും സ്പേസ് ഒന്നും ഉണ്ടാവില്ല, അതിനടുത്തും ഓരോ വേർഡാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുണ്ടാവുക. ഇനി നമുക്ക് ഇതിനെ സെപ്പറേറ്റ് നമുക്ക് ഈ ഒരു ഫംഗ്ഷനകത്ത് ഇടാൻ പറ്റും. അതൊന്ന് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ സപ്പോസ് കോൺസ്റ്റ് സ്റ്റൈൽ ഈക്വൽ ടു ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ്. അതായത് ഈ ഒബ്ജക്റ്റിനെ ഞാൻ ജസ്റ്റ് മുകളിൽ അതേപോലെ എഴുതി. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇവിടെ എന്താ കൊടുക്കാൻ പോകുന്നതെന്ന്. മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ കുറേയൊക്കെ പഠിച്ചിട്ടുണ്ട്, മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ പറ്റി ഇപ്പോഴും ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. അപ്പോൾ ഐഡിയ കിട്ടാത്തവർ അല്ലെങ്കിൽ ഐഡിയ കിട്ടിയവർ പറ്റുന്നവർ എന്ത് ചെയ്യുക, ചാറ്റിൽ മെസ്സേജ് ഇടുക മനസ്സിലായിട്ടുണ്ടെന്ന്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് കാര്യങ്ങൾ കിടക്കുന്നത്. നമുക്ക് റീലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ സ്റ്റൈൽ എടുത്തിട്ടുണ്ട്. സ്റ്റൈൽ റിമൂവ് ചെയ്താൽ എന്ത് വരും പറയാൻ പറ്റുമോ? സ്റ്റൈൽ എന്നുള്ളത് നോട്ട് ഡിഫൈൻഡ് എന്നുള്ള രീതിയിൽ എറർ വരണം. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റൈൽ നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള എറർ വന്നിട്ടുണ്ട്. എത്രയാണ് നമുക്ക് CSSന്റെ ഒരു ഡിഫറൻസ് ഇതിൽ കാണിക്കാനുള്ളത്. ബാക്കിയൊക്കെ ഓൾറെഡി ഉള്ള പോലെ തന്നെയാണ്. ഓക്കെ, ഇപ്പം നമ്മൾ എന്തൊക്കെ നോക്കി, കമ്പോണന്റ് സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കി, അതിനകത്തോട്ട് ഡാറ്റ പാസ് ചെയ്യുന്നത് നോക്കി, അതുപോലെ തന്നെ സ്റ്റൈൽ ഇതിൽ ആഡ് ചെയ്യുന്നത് നോക്കി. ഇനി ഓക്കെ, വേരിയബിൾസ് ഞാൻ ജസ്റ്റ് കോൺസ്റ്റ് വെച്ച് ഡിക്ലെയർ. ഇതൊക്കെ ആക്ച്വലി ഒരു വേരിയബിൾ എന്നുള്ള രീതിയിലാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. ആ വേരിയബിൾ ഒരു ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് ഇവിടെ കൊടുത്തപ്പോൾ അത് കറസ്പോണ്ടിങ് ആട്രിബ്യൂട്ട് നോക്കിയിട്ട് ആ ആട്രിബ്യൂട്ടിൻ്റെ ദൗത്യം എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ബിഹേവ് ചെയ്തു. ഓക്കെ, നമുക്കിനി ഈ സ്റ്റൈല് ജസ്റ്റ് എന്ത് ചെയ്യാം, വേണമെങ്കിൽ നമ്മുടെ ബ്ലോക്കിലേക്ക് മെസ്സേജ് ആയിട്ട് പാസ് ചെയ്യാം. മെസ്സേജ് ഈക്വൽ ടു സ്റ്റൈൽ. ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് വർക്കാവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ചായം മാറ്റണം. ഓക്കെ, എന്തുകൊണ്ടാണ് വർക്കാവാത്തതെന്ന് വെച്ചാൽ ആക്ച്വലി ഇതൊരു ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റിനെ ഒരിക്കലും ഡോക്യുമെന്റിൽ പ്ലെയിൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ എന്ത് ചെയ്യണം, അതിനെ കൺവേർട്ട് ചെയ്യണം, ഒരു ടെക്സ്റ്റ് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് യൂസ് ചെയ്യുന്നതാണ് JSON.pass. സോറി, JSON.pass അല്ല, JSON.stringify. അതിനൊരു സ്ട്രിങ് ആക്കി മാറ്റിയെടുക്കുക ചെയ്യുന്നത്. റീലോഡ് ചെയ്ത് നോക്കാം. ഇവിടെ കാണുന്നുണ്ടോ, ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലാക്ക് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ശ്രദ്ധിക്കുക. നമുക്ക് നമ്മുടെ ഇതിൽ ഡിസ്പ്ലേ ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്പേഴ്സ് ആയിരിക്കണം. ഈ രണ്ടും മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അല്ലാത്ത രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എറർ അടിക്കുന്നതാണ്. ഇതൊരു ഒബ്ജക്റ്റ് ആയിട്ട് കൊടുത്തപ്പോൾ എറർ അടിച്ച്, നേരെ മറിച്ച് അത് സ്ട്രിങ്ങിഫൈ ചെയ്തിട്ട് കൊടുത്തപ്പോൾ കറക്റ്റ് വന്നു. ഇനി എന്താണ് സ്ട്രിങ്ങിഫൈ? സ്ട്രിങ്ങിഫൈ എന്ന് പറയുന്നത് നമ്മൾ ആ കൊടുക്കുന്ന സാധനം എന്താണോ അത് ഒരു ടെക്സ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. അത് മാത്രമേ അതിന് ഒബ്ജക്റ്റീവ് ഉള്ളൂ. എന്താ വരുന്നത്, അത് ഏത് ടൈപ്പാണോ എന്ന് നോക്കൂല, അതിനെ ജസ്റ്റ് പിടിച്ചിട്ട് സ്ട്രിങ് ആക്കി മാറ്റും. അതാണ് സ്ട്രിങ്ങിഫൈ എന്നുള്ള ഒരു കൺസെപ്റ്റ്. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നുണ്ട്. നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് റിയാക്റ്റിൻ്റെ ബേസിക്സ് പെട്ടെന്നൊന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള രീതിക്കാണ്. അല്ലാണ്ട് കംപ്ലീറ്റ് ഒരു സ്ക്രാച്ചിൽ നിന്ന് ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുക ആ രീതിയിലല്ല പോകുന്നത്. ഓക്കെ, അത് നിങ്ങൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് 1 by 1 ആയിട്ട് വരുമ്പോൾ ഞാൻ അതിനനുസരിച്ച് ടാസ്ക് തരും. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളവിടെ എത്തും. നിങ്ങൾ ചെയ്യാതെ ഒരിക്കലും ഇത് പഠിയൂല. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു രീതിയിൽ പോവാത്തത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് റിയാക്റ്റിൽ കുറച്ച് ഹുക്സ് ഉണ്ട്.
ഹുക്സിൻ്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ, ഉദാഹരണം അതിലൊരെണ്ണമാണ് നമുക്ക് യൂസ് എഫക്റ്റ് പറഞ്ഞിട്ടൊരു ഹുക്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേരിയബിൾസിനെ ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഉണ്ട്. സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ കൺഫ്യൂഷൻ ആവണ്ട, നമ്മൾ ആക്ച്വലി ഇത് ഒരു വേരിയബിൾ ആണ്. ആ വേരിയബിളിൻ്റെ ബിഹേവിയർ നമുക്ക് ഇടയ്ക്ക് വെച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റും. വാല്യൂസൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇതിനെ പറയുന്നതാണ് സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ പറയുന്നത്. നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഈ വാല്യൂ ഇത് സ്റ്റാറ്റിക് ആയിരിക്കും, പക്ഷെ നമുക്കത് ഓരോ ഘട്ടത്തിനനുസരിച്ച് അത് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതൊരു സ്റ്റേറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ട് ഇന്ന ആക്ഷൻ നടക്കുമ്പോൾ ഈ സ്റ്റേറ്റിനെ അഫക്റ്റ് ചെയ്യണം. ഓക്കെ, ആ ഒരു രീതിയിലാണത് നമ്മൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഞാൻ സിമ്പിളായിട്ട് ഒരു ചെറിയൊരു ഫങ്ഷൻ പോലെ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. നമുക്കിപ്പോൾ ഇവിടെ ഒരു ലോഗോ കടന്ന് കറങ്ങുന്നുണ്ട് അല്ലേ? നമുക്കിപ്പോൾ ഈ ലോഗോ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ലേൺ കമ്പോണൻസ്, എവിടെ ലേൺ കമ്പോണൻസ്, ഇതിനെ ഞാനൊരു ബട്ടനാക്കി മാറ്റാൻ പോവാണ്. ഓക്കെ, ക്ലിക്ക് മീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ആക്ഷൻ നടക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ ഓൾറെഡി എന്ത് ചെയ്യാറുണ്ട്, ഫങ്ഷൻ എഴുതാറുണ്ട് അല്ലേ? അതേപോലെ ഇവിടെ എങ്ങനെയാണോ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞുള്ള ആട്രിബ്യൂട്ട് ഉണ്ട്. ഇതൊക്കെ ജാവാസ്ക്രിപ്റ്റ് ഇവൻറ്റ്സ് തന്നെയാണ്. ഇതിൻ്റെയൊക്കെ നെയിം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ HTML ജസ്റ്റ് ക്ലാസ് എന്നാണ് കൊടുത്തിരുന്നത്, പകരം ഇവിടെ എന്ത് വന്നിട്ടുണ്ട്, ക്ലാസ് നെയിം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൺ ക്ലിക്ക് ജസ്റ്റ് സ്മോൾ കേസ് ആയാലും കൊടുത്താൽ കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ ഇവിടെ കൊടുക്കുന്ന രീതി ഓൺ ക്ലിക്കിൻ്റെ C ക്യാപിറ്റലിലാണ്. ഈ ഓൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ജസ്റ്റ് അലേർട്ട് എന്ന് കൊടുക്കുകയാണ്. ക്ലിക്കഡ് എന്ന് കൊടുത്തു. ഇനി എന്താണ് നമുക്ക് ഔട്ട്പുട്ട് വരുന്നത് നോക്കാം. ഓക്കെ, സേവ് ചെയ്തു. ഇവിടെ കണ്ടോ, നമ്മൾ ക്ലിക്ക് ചെയ്യാതെ തന്നെ ഇവിടെ ക്ലിക്കഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതൊരു ബഗ്ഗാണോ എന്ന് നോക്കാനൊന്നും വേണ്ട. ആക്ച്വലി ഇത് ബഗ്ഗല്ല, ജസ്റ്റ് നമ്മൾ ഈ ഒരു പേജ് ലോഡ് ചെയ്താൽ തന്നെ ക്ലിക്കഡ് എന്ന് വരുന്നുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കോളാവും. അപ്പം ആ കോൾ ആവാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന് ഈ ഒരു രീതിയിൽ കൊടുക്കണം. ഓൺ ക്ലിക്കിനകത്ത് ഒരു പാരന്തസിസ് ഇടുക, ഓപ്പണിംഗ് ക്ലോസിംഗ് എന്നുള്ള രീതിയിൽ ഇടുക, ബ്രാക്കറ്റ്, എന്നിട്ട് ഒരു ആരോ ഫങ്ഷൻ പോലെ ഡിഫൈൻ ചെയ്യണം, ഈക്വൽ ടു ഒരു ആരോ മാർക്ക് ഇടുക. ഇപ്പം എന്താണ്, ക്ലിക്ക് നിൽക്കുമ്പോൾ മാത്രമേ ഈ ഒരു കേസ് വർക്ക് ആവുള്ളൂ. ഓക്കെ, ഈ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്യുക. വേറെയും കുറേ ഓപ്ഷൻസ് ഉണ്ട്, അപ്പോൾ എല്ലാം കൂടെ പഠിച്ചിട്ട് കൺഫ്യൂഷൻ ആവണ്ട. അപ്പോൾ ഈ ഒരു രീതിയിൽ മാത്രം ഫോളോ ചെയ്യുക. ഓക്കെ, ഇവിടെ എന്താണ്, ഓൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് വർക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു 4 ക്യാരക്ടർ കൊടുക്കുക. അതായത് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, എന്നിട്ട് ഈക്വൽ ടു ഇട്ടിട്ട് ആരോ മാർക്ക് ഇടുക, അലേർട്ട് ക്ലിക്കഡ്. നമ്മൾ വിളിക്കേണ്ട ഫങ്ഷൻ എന്താ വെച്ചാൽ അത് ഇവിടെ കൊടുക്കുക. ഇപ്പം എന്താ സംഭവിക്കുക എന്നുള്ളത് നോക്കാം. സേവ് ചെയ്തു, റീലോഡ് ചെയ്തു. ഇപ്പം ഒന്നും സംഭവിക്കുന്നില്ല അല്ലേ? നേരത്തെ എന്തായിരുന്നു, ഓട്ടോമാറ്റിക് അത് കോളായിരുന്നു. ഇനി ഇവിടെ ഞാൻ ക്ലിക്ക് മീ എന്ന് കൊടുക്കണം. അപ്പോൾ എന്തായി, അവിടെ ആ അലേർട്ട് പോപ്പപ്പ് ചെയ്ത് വന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിനൊരു ഫങ്ഷൻ ആക്കി മാറ്റാം. ഇതിനും ഞാൻ ആരോ ഫങ്ഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കോൺസ്റ്റ്, മുന്നേ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ എങ്ങനെ എഴുതിയുന്ന ഫങ്ഷൻ നെയിം, പിന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് കേർലി ബ്രേസ് ഓപ്പൺ ചെയ്ത് അതിനകത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്യും, അത് ക്ലോസ് ചെയ്യും. ആരോ ഫങ്ഷൻ എഴുതുന്ന സമയത്ത് കോൺസ്റ്റ് നമുക്ക് ക്ലിക്ക് ഹാൻഡ്ലർ എന്ന് കൊടുക്കാം. ക്ലിക്ക് ഹാൻഡ്ലർ എന്ന് ഉദ്ദേശിക്കുന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഫങ്ഷൻ. ഓക്കെ, ക്ലിക്ക് ഹാൻഡ്ലർ എന്താണ്, ഒരു ആരോ ഫങ്ഷൻ ആണ്. ആ ആരോ ഫങ്ഷന്റെ പരിപാടി എന്താണ്,
ഇതിപ്പോൾ ആരോ ഫംഗ്ഷൻ ഉണ്ടാക്കി ആ ആരോ ഫംഗ്ഷൻ്റെ പരിപാടി അലേർട്ട് ക്ലിക്ക്ഡ് എന്നുള്ള പരിപാടി ചെയ്യലാണ്. ഓക്കെ, ഇപ്പം എന്തായി, ആ ക്ലിക്ക് ഹാൻഡിലറിൻ്റെ ഉള്ളിൽ അലേർട്ട് ക്ലിക്ക്ഡ് എന്നുള്ളൊരു ഫംഗ്ഷൻ കൊടുത്ത് ഇനി നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ വർക്ക് ചെയ്യേണ്ടത്? അലേർട്ട് ക്ലിക്ക്ഡ് അല്ല വർക്ക് ചെയ്യേണ്ടത്, പക്ഷേ ഈ ക്ലിക്ക് ഹാൻഡിലറാണ് വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് കൊടുത്തു. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇതെന്ത് വരും? ഈ ഫംഗ്ഷൻ നടക്കുമ്പോൾ ഈ ക്ലിക്ക് ഹാൻഡിലർ എന്നുള്ളത് ഇൻവോക്ക് ആവും. ഇതിപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ആവുമോ എന്നുള്ളത് നോക്കാം. സേവ് ചെയ്തു. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കണം, കുറേ കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇതൊന്നും ഒരു വിഷയമല്ല, സംഭവമാവില്ല. റീലോഡ് ചെയ്തു, ക്ലിക്ക് ചെയ്തു, വർക്കായില്ല അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം, കൺഫ്യൂഷൻ ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടില്ല. കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ഓപ്പണിങ്ങും ഒരു ക്ലോസിങ്ങും വേണം. അപ്പം ഞാനിത് സേവ് ചെയ്തു. ഇനി ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. വർക്കായി. റീലോഡ് ചെയ്യാം. റീലോഡ് ചെയ്തപ്പോൾ കുഴപ്പമില്ല, ക്ലിക്ക് ചെയ്തപ്പോൾ സംഭവം വർക്കായി. ഇനി നിങ്ങളെ ഒന്നും കൂടെ കൺഫ്യൂഷൻ ആക്കാൻ പോവാണ്. ഞാൻ എന്ത് ചെയ്ത് ഇത് റിമൂവ് ചെയ്ത് അതുപോലെ തന്നെ ഇതും റിമൂവ് ചെയ്ത്. ഇപ്പം എന്ത് സംഭവിക്കും? അലേർട്ട് ഇങ്ങനെ മിന്നി മറിഞ്ഞുകൊണ്ട് വന്നിക്കും അല്ലേ? റീലോഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നോക്കാം. വന്നില്ലല്ലോ. അപ്പോൾ അതാണ് ആ പാരന്തസിസ് ഓപ്പൺ ചെയ്ത ആരോ ഫംഗ്ഷൻ്റെയും കാര്യങ്ങൾ അതിൻ്റെയൊക്കെ ഒരു യൂസേജ് വരുന്നത്. ഇവിടെ ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കാം. ഓക്കെ, ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് വരുന്നുണ്ട്. അത് കൺഫ്യൂഷൻ ആവുമൊന്നും വേണ്ട. ഇത് രണ്ട് മെത്തേഡാണ്. ഇത് ഈ ഒരു മെത്തേഡ് കോൾ ചെയ്യുന്ന രണ്ട് രീതിയാണ്. അതിൽ ഒരു രീതി ഈ കാണിക്കുന്നതാണ്. വേറൊരു രീതി എന്ന് പറഞ്ഞത് ക്ലിക്ക് മീ 1 ക്ലിക്ക് മീ 2 കൊടുക്കാം. ഓക്കെ, ഇപ്പം രണ്ട് രീതിയിൽ നമുക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതാണ് ഈ കാണിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. ക്ലിക്ക് മീ 1 കൊടുത്തു, വർക്കായി. ക്ലിക്ക് മീ 2 കൊടുത്തു, അതും വർക്കായി. ഓക്കെ, ഇനി സ്റ്റേറ്റ് നമുക്ക് പരിചയപ്പെടാം. സ്റ്റേറ്റ് പരിചയപ്പെടുന്നതിന് മുമ്പ് ഞാൻ ഈ സ്റ്റൈലിന്, ഇതിപ്പോൾ സ്റ്റൈൽ സ്റ്റാറ്റിക് ആണ്, നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് നമ്മളെ ബിഹേവ് ചെയ്യുന്നതിനനുസരിച്ച് അവിടെ ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ എന്തിലോട്ട് മാറ്റാം? സ്റ്റേറ്റിലോട്ട് മാറ്റാം. സ്റ്റേറ്റിലോട്ട് മാറ്റുന്നതിന് മുമ്പ് ഇതൊരു ഓർമ്മക്കായിട്ട് അവിടെ അങ്ങനെ കടന്നോട്ടെ. ഓക്കെ, നമ്മൾ ആദ്യം പഠിച്ച സംഭവമല്ലേ, കളയണ്ടല്ലോ വെറുതെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യാം. സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ സിൻടാക്സ് ഒക്കെ നോക്കുക. കോൺസ്റ്റ് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് നമുക്ക് എന്താണോ പേര് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അതായത് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന വേരിയബിളിന് എന്ത് പേരാണ് കൊടുക്കേണ്ടത് വെച്ചാൽ അത് കൊടുക്കുക. ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് കൊടുക്കുന്നുണ്ട്, കോമ, പിന്നെ സെറ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ. അതെന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ സ്റ്റേറ്റിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അതാണ് ഈ സെറ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് യൂസ് ചെയ്യേണ്ട വാല്യൂ, ഇത് ആ വാല്യൂ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് ആ വാല്യൂ പാസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് ഈക്വൽ ടു റിയാക്ട് ഡോട്ട് യൂസ് സ്റ്റേറ്റ് എന്നുള്ള രീതിയിലാണ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ റിയാക്റ്റിനെ ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ട് യൂസ് സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ വിളിക്കണം. ഏതായാലും കുഴപ്പമില്ല, നമുക്കിത് സേവ് ചെയ്ത് നോക്കാം. റീലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, റിയാക്റ്റ് ഇമ്പോർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഈ സ്റ്റൈൽ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. നമുക്കിപ്പോൾ സ്റ്റൈലിനെ വേണ്ട.
ഞാൻ അതിനെ കമൻ്റ് ആക്കി വെക്കുകയാണ്. റിയാക്റ്റിനെ ഇമ്പോർട്ട് ചെയ്യണം. റിയാക്റ്റിനെ ഓക്കെ, നമ്മൾ റിയാക്റ്റിനെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോ എവിടേക്കോ സ്റ്റൈൽ ഈസ് നോട്ട് ഡിഫൈൻഡ്. ഇതെവിടുന്ന നമ്മൾ കളഞ്ഞില്ലേ? തേർട്ടി നയനിൽ സ്റ്റൈൽ ഉണ്ടോ? ഓ, ഇവിടെ ഒരു ആശാനുണ്ടല്ലേ. ഇതിപ്പോൾ എവിടുന്ന വന്ന്? ഓക്കെ, നമ്മൾ നേരത്തെ സ്ട്രിങ്ങിഫൈ ചെയ്യാൻ വേണ്ടി കൊടുത്തതാ. കാലം എന്തെങ്കിലും ഒരു പേര് പോട്ടെ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്താണ്, എംപ്റ്റി ആയിട്ടാണ് കിടക്കുന്നത്. കാരണം എന്താ അറിയാലോ, നമ്മളിവിടെ സ്റ്റൈൽ കൊടുത്തത് റിമൂവ് ചെയ്തു. ശരിക്കും ഇവിടെ ഉണ്ടായിരുന്ന കമൻ്റ് ആക്കിയ സ്റ്റൈൽ ഒരു നിരപരാധി ആയിരുന്നു, അതിന് കളയേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിങ്ങനല്ല കൊടുത്തേ. cannot convert undefined or null object, null to object. ഇതെവിടെയാണ്? റിയാക്ട് ഇൻസ്റ്റാൾ ചെയ്തതിൽ എന്തോ ഒരു പിഴവ് പറ്റിയിട്ടുണ്ട്. ഐ മീൻ വേർഷൻ്റെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഏതോ ഒരു എക്സ്റ്റൻഷന് നമ്മളെ ഇട്ട് കളിപ്പിക്കുന്നുണ്ട്. ഞാൻ തൽക്കാലം ബ്രൗസറൊന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ആ പ്രോബ്ലം ഇല്ല, നമുക്ക് ഇതിൽ കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ ഞാൻ ഏതോ ഒരു എക്സ്റ്റൻഷൻ ഇതുമായിട്ട് മാച്ച് ആവുന്നില്ല, അപ്പോൾ അതുകൊണ്ട് റൺ ടൈം എറേഴ്സ് വരുന്നുണ്ട്. ഇനി അവിടെ ഇതിനകത്ത് ഇനി ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കളറ് മാറുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ചെറിയൊരു ഇഫെൽസിൻ്റെ ഒരു പരിപാടിയാണ് ഇപ്പോൾ അവിടെ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ക്ലിക്ക് ഹാൻഡലർ രണ്ട് രീതിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് കളർ ചേഞ്ച് ചെയ്യുന്നതിനെ പറ്റി നോക്കാം. ഇനീഷ്യലി നമുക്ക് ബ്ലാക്ക് ആണ്, ആ ബ്ലാക്ക് അവിടെ സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ബാക്ക്ഗ്രൗണ്ട് കളർ അവിടെ കൊടുക്കണം, സ്റ്റൈലിനകത്ത് കൊടുക്കണം. അപ്പോൾ സ്റ്റൈലിനകത്ത് ഞാൻ തൽക്കാലം ഇങ്ങനെ എഴുതാണ്, സ്റ്റൈൽ ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് കളർ എന്നുള്ളത് ബാക്ക്ഗ്രൗണ്ട് കളർ. ഈ ബാക്ക്ഗ്രൗണ്ട് കളറും ഈ ബാക്ക്ഗ്രൗണ്ട് കളറും ഒന്നല്ല, പക്ഷേ ഈ ബാക്ക്ഗ്രൗണ്ട് കളറും ഈ ബാക്ക്ഗ്രൗണ്ട് കളറും ഒന്നാണ്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ഫസ്റ്റത്തെ എന്താണ്, അതിൻ്റെ കീ ആണ്. ഓക്കെ, സെക്കൻഡത്തെ ആണ് അതിൻ്റെ വാല്യൂ. ആ വാല്യൂ ആണ് ഇതെടുക്കുക. ഇത് ബൈ ഡിഫോൾട്ട് അതിൻ്റെ കീ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. നമ്മൾ ഈ കൊടുക്കുന്ന വാല്യൂ ഇവിടെ നമുക്ക് കീ, ഇപ്പോൾ ഉദാഹരണം നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. കോൺസ്റ്റ് bg കളർ ഈക്വൽ ടു ബാക്ക്ഗ്രൗണ്ട് കളർ. സ്ട്രിങ് ആയിട്ട് നമുക്ക് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ വർക്കാവോ എന്നുള്ള കേസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടോ പയറ്റുക, എല്ലാ കേസും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളെ മൈൻഡിലേക്ക് അതൊന്ന് ഫീഡ് ചെയ്തെടുക്കുക. ഇതിങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല, അത് വർക്കാവില്ല എന്ന് മൈൻഡിൽ കണ്ട് തറച്ച് നിന്നോളും. ഞാൻ സേവ് ചെയ്തു. സേവ് ചെയ്തപ്പോൾ ഇവിടെ കണ്ടോ, ഇതിപ്പോഴും അൺയൂസ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. അൺയൂസ്ഡ് ആയതാണ് ഈ ഗ്രേയിഷ് കളറിൽ കിടക്കുന്നത്. യൂസ് ചെയ്തത് ബ്രൈറ്റ് ആയിട്ട് നിൽക്കും, വൈറ്റ് കളറിൽ കാണിക്കുന്നുണ്ട്. ID നമുക്ക് കാണിച്ചു തരുന്നതാണ്. ഇവിടെ ഇനി ഞാൻ തൽക്കാലം ഒരു ബ്ലാക്ക് കൊടുക്കുകയാണ്. കണ്ടോ, ഇവിടെ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. അപ്പം നമ്മൾ ഇത് ഇങ്ങനെ കൊടുത്തിട്ടൊന്നും കാര്യമില്ല. ഇവിടെ ഡയറക്റ്റ് ആ കീ തന്നെ കൊടുക്കണം. ഇനി ഇപ്പോൾ കൊടുത്തപ്പോൾ കളർ മാറി. ഓക്കെ, അപ്പോൾ അതാണ്, ഇത് കീ ആണ്, ഇത് വാല്യൂ ആണ്. കീ ആക്ച്വലി എന്താണ് അവിടെ വേണ്ടത്, ആ വാല്യൂ തന്നെ കൊടുക്കണം. ഈ വാല്യൂ ആണ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ബ്ലാക്ക് ഇങ്ങനെ കൊടുക്കുന്നതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് കൊടുക്കാം. ഇപ്പം നമ്മുടെ റിയാക്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ബ്ലാക്ക് കളറിലാണ് അല്ലേ. ഇനി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കളർ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് നോക്കാം.
ഓൺ ക്ലിക്ക് വർക്ക് നിൽക്കുന്ന, അതായത് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൺ ക്ലിക്ക് എന്നുള്ളതിൽ എന്താ കൊടുത്തിട്ടുള്ളത്, ഈ ഫങ്ഷൻസ് ആണ് വർക്ക് ആവുക. ഇത് രണ്ടും സെയിം ആണ്, പോയിന്റ് ചെയ്യുന്നത് ഒന്നോ രണ്ട് രീതി എന്നുള്ളൂ. ക്ലിക്ക് മീ മെത്തേഡ് ആണ് കൊടുക്കാം. ഇവിടെ ക്ലിക്ക് മീ മെത്തേഡ് 2 എന്ന് കൊടുക്കാം. അപ്പം മെത്തേഡ് 1 ഏത് ക്ലിക്ക് ചെയ്താലും ഇതാണ് വർക്ക് ആവുക. ഇവിടെ നമുക്ക് എന്താണ്, ഒരു ചെറിയൊരു ഇഫ് കൊടുക്കാം. ഇഫ് ബാക്ക്ഗ്രൗണ്ട് കളർ ഈക്വൽ ടു ബ്ലാക്ക്. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളറിലുള്ള വാല്യൂ ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ സെറ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ്. ഓക്കെ, ഇനി നമുക്കൊരു എൽസ് കൊടുക്കാം. എൽസ് ബാക്ക്ഗ്രൗണ്ട് കളർ എന്താക്കി മാറ്റും, ബ്ലാക്ക് ആക്കി മാറ്റും. മനസ്സിലായില്ലേ? അതായത് ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലാക്ക് ആണെങ്കിൽ റെഡ് ആക്കും, അല്ലെങ്കിൽ ബ്ലാക്ക് ആക്കും. നമ്മൾ ആകെ 2 കളറേ ഇപ്പോൾ കൊടുത്തിട്ടുള്ളൂ. ഈ കേസ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഒന്ന് റീലോഡ് ചെയ്തു, ഇത് ക്ലിക്ക് ചെയ്തു, റെഡായി, ക്ലിക്ക് ചെയ്തു, ബ്ലാക്ക് ആയി. ഓക്കെ, ഏത് ബട്ടൺ നോക്കിയാലും ആൾട്ടർനേറ്റീവ് ആയിട്ട് കളർ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇതാണ് നമ്മളൊരു ബേസിക് റിയാക്റ്റിൻ്റെ ഒരു വർക്കിംഗ്. ഇത് നിങ്ങൾക്ക് അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നില്ല എന്ന് എനിക്ക് അനുമാനിക്കാം. ഓക്കെ, മേ ബി ചില ട്യൂട്ടോറിയൽസ് ഒക്കെ നോക്കുമ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു, അതൊക്കെ ആക്ച്വലി വേണ്ട കാര്യം തന്നെയാണ്. ഞാൻ അത്രയും കോംപ്ലിക്കേറ്റഡ് ലെവലിൽ ക്ലാസ് എടുക്കുന്നില്ല എന്നുള്ളൂ. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആക്ച്വലി പ്രോബ്, അതായത് കമ്പോണന്റിലേക്ക് ഒരു ഡാറ്റ പാസ് ചെയ്യുന്നതിനെ പറ്റി ഡിസ്കസ് ചെയ്ത്, അതുപോലെ തന്നെ സ്റ്റൈലിൽ എങ്ങനെ കൊടുക്കുക എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്ത്, ഒരു ഫംഗ്ഷൻ എങ്ങനെ കോൾ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത്, അതാണ് ഈ 2 കാര്യങ്ങൾ. പിന്നെ ആ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ അതിൻ്റെ വർക്കിംഗ്, ഇതൊക്കെ നോർമൽ നമ്മളെ ജാവാസ്ക്രിപ്റ്റിലുള്ള പോലെ തന്നെയാണ്. ഇതിൻ്റെ ഈ ഒരു ഫംഗ്ഷൻ്റെ സ്റ്റൈൽ മാത്രമേ മാറിയിട്ടുള്ളൂ. ഇതിന് ആരോ ഫംഗ്ഷൻ എന്നൊക്കെ പറയും. ഓക്കെ, ഇനി സ്റ്റേറ്റ് സെറ്റ് ചെയ്യുന്ന ഒരു രീതി ഇതാണ്. ഇതല്ലാതെ നമുക്ക് വേറൊരു രീതിയും കൂടെ ഉണ്ട്. യൂസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു എറർ അവിടെ കാണിക്കും, കാരണം യൂസ് സ്റ്റേറ്റ് ഇസ് നോട്ട് ഡിഫൈൻഡ്. നേരത്തെ എന്ത് ചെയ്യുന്നു, റിയാക്റ്റ് ഡോട്ട് യൂസ് സ്റ്റേറ്റ് ആയിരുന്നു. റിയാക്റ്റിൽ നിന്ന് യൂസ് സ്റ്റേറ്റ് എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് യൂസ് സ്റ്റേറ്റ് ഒരു പെട്ടെന്ന് വന്ന പോലെയാണ് കമ്പൈലറിന് മനസ്സിലാവുന്നത്. അപ്പോൾ അതിനെ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓപ്ഷൻ വരണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ സ്പേസ് എന്ന് നിൽക്കണം കേട്ടോ, എന്നാലേ ഇത് വരുള്ളൂ. അപ്പോൾ യൂസ് സ്റ്റേറ്റിനെ ഇമ്പോർട്ട് ചെയ്തു റിയാക്റ്റ്. ഈ റിയാക്റ്റ് എന്നുള്ള ഒരു മൊഡ്യൂൾ അല്ലെങ്കിൽ ഒരു ലൈബ്രറിയിൽ നിന്ന് എന്ത് ഇമ്പോർട്ട് ചെയ്തു, റിയാക്റ്റിനെ ഇമ്പോർട്ട് ചെയ്തു, അതുപോലെ തന്നെ യൂസ് സ്റ്റേറ്റിനെ ഇമ്പോർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് 2 രീതിയിൽ ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. റിയാക്റ്റ് ഡോട്ട് യൂസ് സ്റ്റേറ്റ് എന്നും പറ്റും, അതുപോലെ തന്നെ യൂസ് സ്റ്റേറ്റ് എന്നുള്ള ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്തിട്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത് രണ്ടും വർക്കിംഗ് ആണ്. ഓക്കെ, രണ്ടും വർക്കിംഗ് ആണ്, 2 രീതിയിലും വർക്കാവും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, റിയാക്റ്റ്, അതായത് റിയാക്റ്റ് എന്നുള്ള ലൈബ്രറിയിൽ നിന്ന് റിയാക്റ്റിനെ ഇമ്പോർട്ട് ചെയ്തു, പിന്നെ അതിനകത്ത് നിന്ന് യൂസ് സ്റ്റേറ്റ് എന്നുള്ളതിനെ എടുത്ത്. ഓക്കെ, അതായത് റിയാക്റ്റ് ഡോട്ട് യൂസ് സ്റ്റേറ്റ് എന്ന് കൊടുക്കുന്നതിന് പകരമാണ് നമ്മളിത് ഇങ്ങനെ സെപ്പറേറ്റ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് 2 രീതിയും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് റിയാക്റ്റ് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. ഇങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് ഡയറക്റ്റ് വർക്ക് ആയിക്കോളും. ഈ കേസ് വർക്ക് ആവില്ല, താഴത്തെ 2ാമത്തെ സ്റ്റെപ്പ് വർക്ക് ആവില്ല. 2ാമത്തെ സ്റ്റെപ്പ് വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ കൊടുത്താൽ മതി, റിയാക്റ്റ് ഒന്ന് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അധികം നമുക്ക് കോഡൊക്കെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ കുറക്കണം എന്നുണ്ടെങ്കിൽ ബെറ്റർ ഏതാണ്, ഇത് യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. അപ്പോൾ ഇത് കളയുന്നില്ല, നിങ്ങൾക്കൊരു റെഫറൻസിന് വേണ്ടിയിട്ട് അവിടെ കിടന്നോട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ഡേ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ കവർ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വിത്തിൻ ഒരു 3 to 4 ഡേയ്സിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, പൈത്തണ് സ്റ്റാർട്ട് ചെയ്യാം. പൈത്തണൊക്കെ നല്ല ലൈറ്റ്നിങ് ഫാസ്റ്റിലാണ് പോവുക, കാരണം ഓൾറെഡി പ്രോഗ്രാമിങ്ങിൻ്റെ അതേ കൺസെപ്റ്റ് തന്നെയാണ്. ചെറുതായിട്ട് കുറച്ച് സിൻടാക്സും കാര്യങ്ങളും വ്യത്യാസമേ ഉള്ളൂ.
അപ്പോൾ ആ ചേഞ്ചസിലായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യങ്ങൾ പഠിച്ചു എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. പഠിച്ചത് വീണ്ടും റിപ്പീറ്റ് ഉണ്ടാവില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇത് ഓൾമോസ്റ്റ് ഓക്കെയാണ്. ഇനി നമുക്ക് ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കണം. പിന്നെ ഒക്കെ എന്താ വെച്ചാൽ കോഡിങ് ലെവലല്ല വരിക. നമുക്കിത് ഈ ഒരു സാധനം അച്ചീവ് ചെയ്തെടുക്കണമെങ്കിൽ ഇത് എങ്ങനെയാണ് ചെയ്യുക, ഇതിൻ്റെ ഫങ്ഷനാലിറ്റി എങ്ങനെയാണ്, ഫങ്ഷനാലിറ്റി അല്ല ഇതൊരു സോഫ്റ്റ്വെയർ ആക്കി എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ എക്സ്ട്രാ പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ.